എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം രാവിലെ വീഡിയോ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചതാണ്, പക്ഷെ ചില തിരക്കുകൾ കാരണം കേട്ടോ വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സുമിത്രയാണെങ്കിലോ ആകെ മൊത്തം ടെൻഷനിലായിട്ടിരിക്കുകയാണ്. തൻ്റെ മകളാണെങ്കിൽ വീട്ടിൽ വന്ന് പോയിട്ട് പിന്നെ അവളൊന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ സുമിത്രയ്ക്ക് ഒട്ടും സമാധാനമില്ല. അപ്പൊ ഈ സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സിദ്ധുവിനോടൊപ്പം വന്ന് സിദ്ധുവിന് വഴി കാണിച്ചു കൊടുത്ത ഒരാളുണ്ടല്ലോ. അപ്പൊ പുള്ളിക്കാരനാണെങ്കിൽ സിദ്ധാർത്ഥിനെ ശീതലിന്റെ വീട്ടിൽ വന്ന് തിരക്കുകയാണ്. അപ്പം അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കിനും അയാൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ വാതിൽ ലോക്ക് ചെയ്ത് ആ വീട്ടിൽ ആരും ഇല്ലാത്തൊരു പ്രതീതിയാണ്. അപ്പൊ പുള്ളിക്കാരനാണെങ്കിലോ ഈശ്വര സിദ്ധാർത്ഥ് സാറിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു മീറ്റിങ്ങിനായിട്ട് കുറച്ചധികം ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. അവർ ഹോട്ടൽ റൂമിൽ ഇരിക്കുവാണല്ലോ. ഈ സാർ ഇത് എവിടെ പോയതാണ്, വിളിച്ചിട്ടും സാറിനെ കിട്ടുന്നില്ല എന്നും പറഞ്ഞ് വലിയ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പം ഇനിയൊരു പക്ഷേ അനിരുദ്ധിന്റെ വീട്ടിലേക്ക് പോയി കാണുമോ എന്നും പറഞ്ഞ് സിദ്ധുവിനെ തിരക്കി പുള്ളിക്കാരൻ അനിരുദ്ധിന്റെ വീട്ടിലേക്ക് പോവാ. അപ്പൊ ഈ സമയത്താണെങ്കിലോ സുമിത്രയ്ക്ക് ഒരു സമാധാനവും ഇല്ല. സുമിത്ര നമ്മുടെ ശീതലിന്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ വരുമ്പം സുമിത്രയും അവിടെ ബെല്ലടിക്കുന്നുണ്ട്, ഡോറിൽ തട്ടി നോക്കുന്നുണ്ട്, പക്ഷെ ഒരനക്കവും കാണുന്നില്ല. അപ്പൊ ഉടനെ തന്നെ സുമിത്ര ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ശീതലിന്റെ കോള് വരുന്നത്. അപ്പൊ ശീതൽ പറയാണ്, അമ്മേ എനിക്ക് അമ്മയെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, അമ്മ ഒന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരുമോ എന്ന് ചോദിക്കുക. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കിനും സുമിത്രയ്ക്ക് ഭയങ്കര ടെൻഷനായി കേട്ടോ. മോളെ, അമ്മ ഇപ്പോൾ ഉള്ളത് നിന്റെ വീട്ടിലാണ്, നീ എവിടെ പോയതാണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പം അമ്മ ഞാൻ സിറ്റി ഹോസ്പിറ്റലിലാണ് ഉള്ളത്, അമ്മ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാന്ന് പറയുമ്പം ശീതൽ കോള് കട്ട് ചെയ്തതും സുമിത്രയ്ക്ക് ഭയങ്കര ടെൻഷനായി കേട്ടോ. ഇനി ശീതലിന് എന്തെങ്കിലും അപകടം സംഭവിച്ചതാണോ? അങ്ങനെ നമ്മുടെ സുമിത്രയാണെങ്കിൽ ശീതലിനെ തിരക്കി സിറ്റി ഹോസ്പിറ്റലിൽ എത്തുക. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് നമ്മുടെ ശീതൽ അവിടെ വടി പോലെ നിൽക്കുന്ന ഒരു കാഴ്ച കേട്ടോ. അങ്ങനെ ഓടി തന്റെ മോളുടെ അടുത്ത് ചെന്നിട്ട് മോളെ എന്താ സംഭവിച്ചത്, ആരാണ് ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും അമ്മ അച്ഛനാണ് എന്നുള്ള കാര്യം പറയുമ്പം സിദ്ധുവോ, സിദ്ധാർത്ഥിന് എന്തു പറ്റി എന്നുള്ള കാര്യമായി പിന്നെ സുമിത്ര ചോദിക്കുന്നത്. അപ്പൊ ഉടനെ തന്നെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അമ്മയുടെ വീട്ടിൽ വന്നില്ലേ, പക്ഷെ സച്ചിൻ അവിടെ അടുത്ത് തന്നെ നിന്നുകൊണ്ടാണ് എന്നെ ഫോൺ ചെയ്തതെന്നും അതിനുശേഷം അവൻ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയപ്പം അച്ഛൻ എന്നെ കണ്ടെന്നും അച്ഛൻ എന്നെ ചേസ് ചെയ്ത് പുറകെ വന്നതാണ്. അങ്ങനെ വീട്ടിലെത്തിയ സച്ചിനാണെങ്കിൽ എന്നോട് ഒരുപാട് മോശമായിട്ട് പെരുമാറി. ആ സമയത്ത് അവൻ ആ ഒരു ഫ്ലവർ വേസ് എടുത്ത് എന്റെ തലയിൽ അടിക്കുമെന്നുള്ള സ്ഥിതി വന്നപ്പം അച്ഛൻ ആ ഒരു അടി അബദ്ധത്തിൽ കൊണ്ടതാണ്. അങ്ങനെ അച്ഛന് ഒരുപാട് ബ്ലഡ് പോയി, ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ് എന്നൊക്കെ പറയുക കേട്ടോ. അപ്പൊ ഇവളിങ്ങനെ പറയുമ്പം സിദ്ധാർത്ഥിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നാണ് സുമിത്ര ചോദിക്കുന്നത്. ഉടനെ തന്നെ അച്ഛന്റെ കാര്യം പറയുകയാണെങ്കിൽ അച്ഛൻ ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്, പക്ഷേ ഈ ആശുപത്രിയിൽ നിന്ന് വേറെ എങ്ങോട്ടേലും ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് നോക്കിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാന്നാ പറഞ്ഞത്. അപ്പം അങ്ങോട്ടേക്ക് ഒരു സിസ്റ്റർ വരിക കേട്ടോ. സിസ്റ്റർ വരുമ്പോഴത്തേക്കിനും പുള്ളിക്കാരിയാണെങ്കിൽ ഇതാ വലിയ നീളമുള്ളൊരു ബില്ലെടുത്ത് നമ്മുടെ സുമിത്രയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഉടനെ ശീതൽ ചോദിക്കുന്നുണ്ട്, അമ്മ ഇത് ഒരുപാടുണ്ടല്ലോ, ഇതിപ്പോ എന്ത് ചെയ്യും, പൈസ അമ്മ എന്തേലും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം സുമിത്രയാണെങ്കിൽ നോക്കാം, എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ, മോൾ ഒരു കാര്യം ചെയ്യും, പൂജയെയും സരസ്വതി അമ്മയെയും വിവരം വിളിച്ച് പറയുകയാണ്. എന്നിട്ട് സുമിത്ര ആ ഒരു ബില്ല് പേ ചെയ്യുന്നതിന് വേണ്ടി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പൊ ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് പങ്കജിനെയാണ് കേട്ടോ. അപ്പൊ പങ്കജാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുക. എന്തൊക്കെ വന്നാലും അപ്പവും നമ്മുടെ പൂജയൊക്കെ ഒരു വീട്ടിലാണല്ലോ. അപ്പൊ ദീപു പറയുന്നത് ഫുള്ളും അങ്ങ് വിശ്വസിക്കാനായിട്ട് പങ്കജിനൊരു പ്രയാസമൊക്കെ ഉണ്ട്. ഉടനെ ഫോൺ എടുത്ത് ദീപുവിനെ വിളിക്കുകയാണ്. എന്തായി, അവളെ ഇത്രയും പെട്ടെന്ന് അവിടുന്ന് ചാടിക്കണമല്ലോ, ഇതൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കോള് കണക്ട് ആവുന്നില്ല. ഈശ്വര, ഇയാൾ ഇതെന്താ ഫോൺ എടുക്കാത്തേന്നും പറഞ്ഞ് ചിന്താവിഷ്ടനായി അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രഞ്ജിതയും ഭർത്താവും കൂടി സുദേവൻ വക്കീലിനെ നിർത്തിപ്പോയിരിക്കുകയാണ്. അപ്പൊ വക്കീലിന്റെ വീട്ടിലെത്തിയതും വക്കീല് പറയുന്നുണ്ട്, അതെ ഇനിയിപ്പോ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ല, രോഹിത് ഇങ്ങനെ ഒരു കൊടുക്ക് ഉണ്ടാക്കി വെക്കുമെന്നുള്ളത് ആർക്കും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് രഞ്ജിതേ നീയും പെടും ഞാനും പെടും, ദേ നിൽക്കുന്നത് നിന്റെ ഭർത്താവ് ഉൾപ്പെടെ എല്ലാരും പെടും. അപ്പം എന്താ വക്കീലെ ഒരു സൊല്യൂഷൻ എന്ന് നമ്മുടെ രഞ്ജിത ചോദിക്കുമ്പോഴത്തേക്കിനും വക്കീല് പറയുന്നത്, ഇനിയിപ്പോ ഇതിന് പ്രത്യേകിച്ച് സൊല്യൂഷനൊന്നും ഇല്ല, എടോ താൻ എവിടുത്തെ വക്കീലാടോ, ഇത്രയും കാലം ഞങ്ങളുടെ പൈസയൊക്കെ പിടുങ്ങിയിട്ട് തനിക്കിപ്പോ അതിന് സൊല്യൂഷൻ ഇല്ലല്ലേ എന്നും, എന്തൊക്കെയാണ് താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഇങ്ങനെ ഒരു കൊടുക്ക് വരുമെന്നുള്ളത് എനിക്കറിയാവോ രഞ്ജിതയെന്നും പറഞ്ഞ് വക്കീലാണെങ്കിൽ തലക്ക് കൈകൊടുത്തിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും പെട്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പം ആ ഒരു സീന് കഴിയുമ്പോൾ നമ്മുടെ സിദ്ധുവിന്റെ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ അനിരുദ്ധിന്റെ വീട്ടിലെത്തുകയാണ്.
അനിരുദ്ധാണെങ്കിലോ ഇയാളെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ താൻ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും മോന്റെ അച്ഛനുണ്ടല്ലോ, അച്ഛന്റെ ഫ്രണ്ടാണ് ഞാനെന്നും, അതുപോലെ തന്നെ അച്ഛൻ ശീതളിന്റെ വീട്ടിൽ പോയതാണ്, പക്ഷെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണാത്ത കൊണ്ട് ഒരു ക്ലയന്റ് വെയിറ്റ് ചെയ്യുന്നുമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ മോന്റെ വീട്ടിലേക്ക് വന്നത് എന്നുള്ള കാര്യം പറയുക. അപ്പൊ ശീതളും ഭർത്താവും തമ്മിൽ സ്വരച്ചേർച്ചയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇയാൾ അനിരുദ്ധിന്റെ അടുത്ത് വെളിപ്പെടുത്തുമ്പോഴത്തേക്കിനും അനിരുദ്ധാണെങ്കിൽ തന്റെ സഹോദരി എവിടെയാണ് താമസം എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുക. ഇനി ഒരുപക്ഷെ സച്ചിനും ശീതളും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛൻ അവരോട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമായിരിക്കും. ഒരുപക്ഷെ ആ വീട്ടിൽ തന്നെ അച്ഛൻ ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം എന്നാ ഒരു കാര്യം താങ്കൾ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ വേഗം പോയി ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം, നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി ശീതളിന്റെ വീട്ടിൽ പോയി അച്ഛനെ കൂട്ടാന്നുള്ള കാര്യം പറയുക. അപ്പം അനിരുദ്ധിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സഹോദരിയെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുക, അത് തന്നെയാണ്. അപ്പം ഇവൻ ഇങ്ങനെ വേഗം റെഡിയായി വരാന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും പുള്ളിക്കാരനാണെങ്കിൽ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ആ സീൻ കഴിയുമ്പോഴത്തേക്കിനോ നമ്മുടെ സരസ്വതി അമ്മ വരികയാണ് ആശുപത്രിയിലേക്ക്, കൂടെ പൂജയും ഉണ്ട്. അപ്പൊ ശീതളിനെ കണ്ടതും എടി നീയും അവനും കൂടി എന്തൊക്കെയാണ് എന്റെ കുഞ്ഞിനോട് ചെയ്തത്, എനിക്ക് ഇപ്പൊ എന്റെ മോനെ കാണണമെന്നും പറഞ്ഞു ഭയങ്കര അലമുറയിട്ട് കരയുകയാണ്. അപ്പൊ സരസ്വതി അമ്മയെ നമ്മുടെ പൂജ സമാധാനിപ്പിക്കുന്നുണ്ട്. പൂജ പറയുന്നുണ്ട്, അച്ഛമ്മ ഇങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കല്ലേ, ഇതൊരു ആശുപത്രിയല്ലേ, എന്തായാലും അവര് ഡോക്ടർ നോക്കുന്നൊക്കെ ഉണ്ടല്ലോ, ഡോക്ടർ വരുമ്പോ നമുക്ക് വിവരം അന്വേഷിക്കാം. പക്ഷെ ഇതിലൊന്നും സരസ്വതി അമ്മ സമാധാനിക്കുന്നില്ല. സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യമുണ്ട്. ശീതളിനെ വലിച്ചു കീറാനായിട്ടുള്ള ദേഷ്യത്തിലാണ് സരസ്വതി അമ്മ വന്നത്. അച്ഛമ്മ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അച്ഛൻ എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു അടി ഏറ്റുവാങ്ങിയത് എന്നുള്ള കാര്യം നമ്മുടെ ശീതള പറയുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മ പറയാ, നിന്റെ ഭർത്താവുണ്ടല്ലോ അവൻ എവിടെ, അവന് ഭ്രാന്താണ്, അവനെ എവിടെയെങ്കിലും കൊണ്ടുപോയി വല്ല ഭ്രാന്താശുപത്രിയിലും അഡ്മിറ്റ് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ സരസ്വതി അമ്മ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം സുമിത്ര അങ്ങോട്ട് വരിക കേട്ടോ. അപ്പൊ സുമിത്ര വന്നതും പൂജയാണെങ്കിൽ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ഇത്രയും സമയം എവിടെയായിരുന്നു? അപ്പൊ ശീതളും ചോദിക്കുന്നുണ്ട്, അമ്മ ഇത്രയും നേരം എവിടെയായിരുന്നു? അത് മോളെ അമ്മ ബില്ലടയ്ക്കാൻ വേണ്ടി പോയതാ. അപ്പൊ പൂജ ഉടനെ ചോദിക്കുകയാണ്, അല്ലമ്മ അതിനമ്മേന്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നോ? അത് എന്നൊക്കെ പറഞ്ഞ് സുമിത്ര പരിങ്ങുമ്പോഴത്തേക്കിനും പൂജ നമ്മുടെ സുമിത്രയെ മൊത്തത്തിലൊന്ന് നോക്കുകയാണ്. കാതിൽ കമ്മലും ഇല്ല, കഴുത്തിൽ മാലയില്ലാത്ത അവസ്ഥയിലാണ്. അപ്പം അമ്മ കമ്മലും മാലയൊക്കെ വിറ്റു അല്ലേ? അത് സാരമില്ല മോളെ, അമ്മ വീട്ടിൽ വെച്ചിട്ട് പോകുന്നതാണ്, എടുക്കാൻ മറന്നുപോയി എന്നുള്ള കാര്യമൊക്കെ ആദ്യം പറയുന്നുണ്ടെങ്കിലും പിന്നെ പൂജ അത് കൈയോടെ കൂടി പിടിച്ചത് കൊണ്ട് തന്നെ സുമിത്ര കാര്യം അങ്ങ് സമ്മതിക്കും. ശീതളാണെങ്കിലോ ആകെ മൊത്തം വിഷമത്തിലായി നിൽക്കുകയാണ്. താനും തന്റെ ഭർത്താവും കൂടിയാണല്ലോ അച്ഛനെ ഇതേപോലെയുള്ളൊരു സെറ്റപ്പിലാക്കി ഇരുത്തിയേക്കുന്നത്. അങ്ങനെ വളരെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഡോക്ടർ ഇങ്ങോട്ട് വരുന്നത്. ഡോക്ടർ വന്ന പാടെ സരസ്വതി അമ്മ പറയുന്നുണ്ട്, ഡോക്ടറെ എന്റെ മോനിപ്പം എങ്ങനെയുണ്ട്, എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് പറയുമ്പം മോനിപ്പം കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്, ബ്ലഡ് അധികം പോയിട്ടുണ്ട്, ബി നെഗറ്റീവ് ബ്ലഡ് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇവിടെ ഹോസ്പിറ്റലിൽ സ്റ്റോക്ക് ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ബ്ലഡ് കണ്ടെത്തണം, പിന്നെ അയാൾക്ക് ചെറിയൊരു സർജറിയും വേണ്ടി വരും, അതിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോവുക. ഈശ്വര, ഇനി ബി നെഗറ്റീവ് ബ്ലഡിന് എവിടെ പോകും അമ്മ, ഇനിയിപ്പോൾ നമ്മൾ ബ്ലഡ് എവിടെ നിന്ന് ഉണ്ടാക്കുമെന്നും പറഞ്ഞ് ശീതളാണെങ്കിൽ സുമിത്രയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കിനും എൻ്റെ ബി നെഗറ്റീവ് തന്നെയാണ്, സിദ്ധുവിനുള്ള ബ്ലഡ് ഞാൻ കൊടുത്തോളാന്ന് പറയുക സുമിത്ര. എത്ര വലിയ മനസ്സാ നമ്മുടെ സുമിത്രയുടേത്. അപ്പൊ സുമിത്ര ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സരസ്വതി അമ്മ പറയുന്നുണ്ട്, മോളെ നീ ഈ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഈശ്വരൻ നിനക്ക് നല്ലതേ വരുത്തുള്ളൂ. അപ്പൊ സ്വന്തം വീട്ടില് നൊന്തപ്പോഴത്തേക്കിനും സരസ്വതി അമ്മയ്ക്ക് നല്ലതുപോലെ തന്നെ നൊന്തു. അപ്പോൾ ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് രഞ്ജിതയാണെങ്കിൽ വക്കീലിനോട് പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു, വക്കീലേ താൻ എൻ്റെ കാശ് ഒരുപാട് പിടുങ്ങിയതാണ്, താൻ ചോദിക്കുമ്പോൾ ഞാൻ പണം എടുത്ത് തരുമായിരുന്നല്ലോ, പക്ഷെ രോഹിത്തേട്ടൻ ഇതുപോലെയുള്ളൊരു ചതി ചെയ്തത് അത് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല, പിന്നെ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആ ഡോക്യുമെന്റ് അങ്ങ് മുക്കിയാലോ എന്ന് ചോദിക്കുക. അപ്പം വക്കീൽ പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് രഞ്ജിതെ താൻ എന്ത് ബുദ്ധിയില്ലായ്മയാണ് ഈ പറയുന്നത്, അങ്ങനെ ഡോക്യുമെന്റ് മുക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല, രണ്ട് ആങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കമ്പനിക്കാർ കറക്റ്റ് ആയിട്ട് 25 വയസ്സാവുമ്പോൾ അതിനി ഒരു 4 മാസം കൂടെ ഉള്ളൂ, ആ ടൈം ആകുമ്പോൾ തന്നെ പൂജയെ വിവരം അറിയിക്കും. പൂജയെയും അതുപോലെ തന്നെ സുമിത്രയെയും ചതിച്ച ആ ഒരു കുറ്റത്തിന് നമ്മളെല്ലാവരും ജയിലിൽ പോകും. അപ്പം ഇത് കേൾക്കുമ്പോൾ അരവിന്ദനൊരു സമാധാനമായി കേട്ടോ. ജയിലിൽ എന്തായാലും പോകുമെന്നുള്ളത് അരവിന്ദന് നിശ്ചയമായി. അപ്പൊ കൂട്ടിന് വക്കീലുണ്ടാകുമെന്ന് പറയുമ്പോൾ എന്തേലും ആയിക്കോട്ടെ, എനിക്ക് കമ്പനിക്ക് ഒരാളെ കൂടെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമാണ് അരവിന്ദനുള്ളത്. അപ്പൊ രഞ്ജിത് ഒട്ടനെ അടുത്ത ബുദ്ധി പ്ലാൻ ചെയ്യാണ്. എന്തായാലും ഇനി 4 മാസത്തെ സമയം കൂടി ഉണ്ടല്ലോ, അതിനുള്ളിൽ സ്വത്തുക്കൾ എൻ്റെ വരുതിയിൽ വരുത്താനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞ പ്രശ്നമില്ലല്ലോ. ഇനിയിപ്പോൾ എന്തായാലും വക്കീലിന്റെ നാവിൽ നിന്നും ഈ വിവരങ്ങളൊന്നും മറ്റാരും അറിയരുത് എന്നുള്ള ശാസനമൊക്കെ നൽകി രഞ്ജിതയാണെങ്കിൽ അവിടെ നിന്ന് പോവാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കഥ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുന്നു. താങ്ക്